വെൽക്കം ബാക്ക് ടു ഓണം സ്പെഷ്യൽ ഹാഷ്ടാഗ്. ചാൾസി, നമ്മുടെ ഹാഷ്ടാഗിൽ എല്ലാ എപ്പിസോഡിലും ഇപ്പോൾ ഓണക്കാലമായതുകൊണ്ട് മസ്റ്റായിട്ട് നമ്മൾ മ്യൂസിക് ഇൻക്ലൂഡ് ചെയ്യാം. തീർച്ചയായും. അപ്പോൾ ഈ ഓണക്കാലത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മ്യൂസിക്കൽ ട്രീറ്റുമായിട്ട് ഒരു മ്യൂസിഷ്യൻ, വളരെ യങ് ആയിട്ടുള്ള ഒരു മ്യൂസിഷ്യന്റെ ഒരു പുതിയ ആൽബം വന്നിട്ടുണ്ട്. അഭിജിത്ത്. ബേസിക്കലി അദ്ദേഹം ഒരു വയലിനിസ്റ്റ് ആണ്. സോ അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ ആൽബം ബിഹൈൻഡ് യു എന്ന് പറയുന്ന ആൽബം ഈ ഓണക്കാലത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എന്ത് ഡിവൈൻ സോൾഫുൾ മ്യൂസിക് അല്ലേ? ഒരു നൊസ്റ്റാൾജിക് ഫീൽ ഒക്കെ തരുന്നു. എസ്പെഷ്യലി ഓണക്കാലത്ത് പ്രവാസികളായിട്ടുള്ള ആൾക്കാർക്ക് ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു മ്യൂസിക് ആയിരുന്നു. അഭിജിത്തിനെ നമുക്ക് അഭിജിത്തിലുള്ള ഒരു ഏറ്റവും വലിയൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൈക്കത്തുകാരനാണ്. കേരളത്തിൽ നിന്നുള്ള ഒരു യങ് മ്യൂസിഷ്യൻ എന്താ പറയാ, മ്യൂസിക്കിലെ വലിയ ആൾക്കാരുടെ കൂടെയാണ് പെർഫോം ചെയ്യുന്നത്. ഇപ്പൊ ശിവമണി, മാൻഡലിൻ രാജേഷ്, അങ്ങനെയുള്ളവരായിട്ട് ഒരു ബാൻഡിലൊക്കെ വർക്ക് ചെയ്യുക, അതും ഇത്രയും യങ് ഏജിൽ എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും അത് വളരെ വലിയൊരു കാര്യമാണ്. ഹാഷ്ടാഗിനുണ്ട് ഇതിലൊരു സന്തോഷം. എന്താണ് ഇപ്രാവശ്യത്തെ ഓണക്കാലത്ത് നമ്മോടൊപ്പം കുറച്ച് മ്യൂസിക് വിശേഷം, നമുക്ക് വേണ്ടിയൊരു മ്യൂസിക്കൽ ട്രീറ്റ് ഒക്കെ ആള് ഒരുക്കി ഹാഷ്ടാഗിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി. സോ നമുക്ക് അദ്ദേഹത്തിന്റെ ഓണപ്പാട്ടുകളും, ഓണപ്പാട്ടുകളല്ല സംഗീത വിശേഷങ്ങളും, ഒപ്പം പ്രേക്ഷകർക്കായിട്ട് ഒരുക്കിയിട്ടുള്ള മ്യൂസിക്കൽ സ്പെഷ്യൽ ട്രീറ്റ് എക്സ്ക്ലൂസീവ്ലി ഫോർ ഹാഷ്ടാഗ് അതൊന്ന് കണ്ടു നോക്കാം. ഓൺലൈൻ ലോകം തുറന്നുവെക്കുന്ന സാധ്യതകളെ പരമാവധി പ്രയോജനപ്പെടുത്തുന്ന സംഗീത ജീവിതമാണ് അഭിജിത്തിൻ്റെത്. അതിനെക്കുറിച്ച് അഭിജിത്ത് പറയുന്നത് ഇങ്ങനെ: നമുക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ അതിനെക്കുറിച്ച് അറിയാനും പഠിക്കാനൊക്കെ ഒത്തിരി നമുക്ക് ഈ മീഡിയാസിൻ്റെ ഹെൽപ്പ് ഭയങ്കരമാണ്. അതുപോലെ ഇപ്പോൾ പണ്ട് കാലത്തൊന്നും ആർക്കും ഒന്നും കിട്ടില്ല. നമ്മൾ പുതിയത് എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് അറിയാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നെറ്റൊക്കെ വഴി നമുക്ക് എല്ലാം അറിയാം, എന്തൊക്കെയാണ് വെളിയിലുള്ള കാര്യങ്ങൾ. അതുപോലെ നമുക്ക് ഒത്തിരി അഡാപ്റ്റേഷൻ അതുകൊണ്ട് ഒത്തിരി പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ബാൻഡിസം, ഒരു ബാൻഡ് എന്ന് പറഞ്ഞ ഒരു സംഭവത്തിലേക്ക് ആൾക്കാർക്ക് നമുക്ക് കൂടുതൽ അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതിൻ്റെ രീതികൾ. ഈ സോഷ്യൽ മീഡിയ ശരിക്കും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പോരാത്തതിൻ്റെ അത് നമ്മുടെ ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ട് വരെ ഉപയോഗിക്കാം. അപ്പോൾ അത് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കുക, നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുക. സോഷ്യൽ മാധ്യമങ്ങളിലൂടെയുള്ള സുഹൃത്തുക്കൾ നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണെന്ന് അഭിജിത്ത് പറയുന്നു. ലോകത്തിന്റെ ഏത് ഭാഗത്തും സംഗീത പരിപാടികളുമായി പോയാലും അവിടെയെല്ലാം സ്നേഹത്തോടെ ആദ്യമെത്തുന്നത് ഓൺലൈൻ സുഹൃത്തുക്കളാണെന്ന് അഭിജിത്തിന്റെ സാക്ഷ്യം. നമുക്കിത് നമ്മൾ ഈ പറഞ്ഞ പോലെ ഷോസിന് എവിടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിലും നമ്മുടെ ഫാൻസ് അല്ലെ അവിടെയുള്ള നമ്മളെ പ്രോഗ്രാം കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒത്തിരി നമ്മുടെ അപ്ഡേഷൻസ് അറിയാനും അവർക്ക് വന്ന് കാണാനും, ഷോയ്ക്കൊക്കെ ചെല്ലുമ്പോൾ അതിന് മുമ്പ് തന്നെ കുറേ പേര് വന്ന് ഈ വരുന്നവരൊക്കെ വന്ന് പരിചയപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ വായിക്കാൻ ഭയങ്കര സന്തോഷം കൂടുന്നു. AR റഹ്മാന്റെ വലിയ ആരാധകനായ അഭിജിത്ത് റഹ്മാന്റെ പാട്ടുകളാണ് ഓൺലൈൻ സുഹൃത്തുക്കൾക്കായി ഏറ്റവും അധികം വായിച്ചിട്ടുള്ളതും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതും.
കർമ്മ എന്ന മ്യൂസിക് ബാൻഡിന്റെ ഭാഗമായി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ സംഗീതയാത്ര നടത്തുകയാണ് അഭിജിത്ത് ഇപ്പോൾ. ചെന്നൈ ബേസ്ഡ് ഫ്യൂഷൻ ബാൻഡ് എന്ന് പറയുമായിരിക്കും കറക്റ്റ്. അതിൻ്റെ പേര് കർമ്മ എന്നാണ്. ഇപ്പോൾ ഞങ്ങൾ ഇതിൽ മാൻഡലിൻ രാജേഷ്, ഞാൻ, നരേഷ് അയ്യർ വോക്കൽ, നരേഷ് അയ്യർ, പിന്നെ ആലാബ് രാജു ബേസ് ഗിറ്റാർ, പിന്നെ സിദ്ധാർത്ഥ് നാഗരാജൻ ഡ്രംസ് ആൻഡ് അനൂപ് നായർ കീബോർഡ്സ്. എല്ലാവരും വളരെ ചെറിയ ഏജുള്ള ആൾക്കാരാണ്. പലരും നമുക്കെല്ലാവർക്കും പരിചിതരാണ് പലരും. ഇതാണ് ഞങ്ങളുടെ ഒരു പുതിയ ലൈനപ്പ്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കുറച്ച് നേരം നിങ്ങളോട് ചെലവഴിക്കാൻ സാധിച്ചതിലും കുറച്ച് നേരം പ്രേക്ഷകർക്കായി വായിക്കാൻ പറ്റിയതിലും ഒത്തിരി സന്തോഷം. താങ്ക് യു. ഹാപ്പി ഓണം. സിന, അഭിജിത്ത് പറഞ്ഞൊരു പരമാർത്ഥം തന്നെയാണ്. കാരണം ഇപ്പം ഒരുപാട് ഫാൻസ്, സെലിബ്രിറ്റീസ്, എസ്പെഷ്യലി മ്യൂസിക് സെലിബ്രിറ്റീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ട്വിറ്ററിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് ജസ്റ്റിൻ ബീബറിനും കേറ്റി പെറിക്കും ഒക്കെയാണ്. അതുപോലെ യു ആർ ഓൾസോ ഡിസ്കവറിംഗ് എൻറ്റയർലി ന്യൂ ബാൻഡ്സ് ത്രൂ ദിയർ കവേഴ്സ് ആൻഡ് ഓൾ ദാറ്റ് ഓൺ സോഷ്യൽ മീഡിയ, യൂട്യൂബ് അങ്ങനെയുള്ള മീഡിയംസിൽ. യങ്സ്റ്റേഴ്സിന് വളരെ ഒരു താല്പര്യമാണ് ഇങ്ങനെ സ്റ്റാർസ് നേരിട്ട് സംസാരിക്കാനൊക്കെ പറ്റുകയെന്ന് പറഞ്ഞാൽ ശരിക്കും ഇതാണ്. പിന്നെ യങ് മ്യൂസീഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം അതൊരു ഒരുപാട് ആളുകളിലേക്ക് അവരുടെ മ്യൂസിക് എത്തിക്കാൻ വേണ്ടി മറ്റേതാകുമ്പോഴത്തേക്കും ഇങ്ങനെ വളരെ ഫ്യൂ ബാൻഡ്സ് നമ്മൾ ടി വിയിൽ കാണും, ഇവരെ മാത്രമേ അറിയുള്ളൂ. ഇതങ്ങനെയല്ല, സോഷ്യൽ മീഡിയയിൽ ഇനി യു ഹാവ് സോ മെനി ബാൻഡ്സ് ഔട്ട് ദേർ, യു നോ. അപ്പോൾ കുറച്ച് സംഗീത വിശേഷമായില്ലേ, ഇനി നമുക്കൊരു ബ്രേക്ക് പോകണം. തീർച്ചയായും അഭിജിത്ത് മ്യൂസിക്കിന്റെ ഫീൽ നിങ്ങളുടെ എല്ലാവരുടെയും ഹാർട്ടിൽ ഫ്രഷ് ആയിട്ട് ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞങ്ങളൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം.